അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന അസ്ദഖൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല കുല്ലു ളലാലത്തിൻ ഫിന്നാർ. വബിസ്സനദിൽ മുത്തസിൽ മിന്നാ ഇലൽ ഇമാമിൽ ഹാഫിദുൽ ഹുജ്ജത്തി അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് അൽ ഖുശൈരി നൈസാബൂരി റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഹദ്ദസനാ ഖുതൈബത്ത് ബിൻ സഈദ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉസ്മാൻ ബിൻ മുഹമ്മദ് ബിൻ അബി ശൈബത്ത വഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം അൽ ഹംദലി واللفظ لقتيبة قال إسحاق أخبرنا قال الآخران حدثنا جرير عن هشام بن عروة عن أبيه عن حمران مولى عثمان قال سمعت عثمان بن عفان وهو بفناء المسجد إلى آخره. അപ്പൊ ഈ ഹദീസാണ് നമ്മൾ ബയാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അല്ലാഹു തആലാനെ കൊണ്ട് സത്യം ചെയ്തിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു തആലയുടെ കിതാബിലെ ഖുർആനുൽ അളീമിൽ ഈ ആയത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഖുർആനുൽ അളീമിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ സംഭവം ഞാൻ നിങ്ങളോട് പറയുമായിരുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് ഖുർആനുൽ അളീമിലുള്ള ഈ ആയത്ത് ഓർമ്മിച്ചിട്ടാണ്. എന്താണ് ഖുർആനുൽ അളീമിലെ ആയത്ത്? അത് ഉർവ തന്നെ പറയുന്നുണ്ട്. ഉർവ ഹദീസിന്റെ റാവികളിൽപ്പെട്ട ഉർവത്ത് തന്നെ ആ ഹദീസ് ഇന്നതാണെന്ന് പിന്നെ ആയത്ത് ഇന്നതാണെന്ന് പിന്നെ പറയുന്നുണ്ട്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്തി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ. ഖുർആനുൽ അളീമിലെ സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. അത് അഹ്ലു കിതാബിനെ ആക്ഷേപിച്ചിട്ട് ഇറങ്ങിയതാണ്. അഹ്ലു കിതാബ് അവർക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്ത പല ഇൽമുകളും അഹ്ലു കിതാബിലെ ഉലമാ അത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാതെ മറച്ചുവെച്ചു. ആ മറച്ചുവെച്ചത് കാരണത്താൽ അവർ അല്ലാഹു തആല ലഅനത്ത് ചെയ്യുന്നവരൊക്കെ മലായിക്കത്തുകള് മുഅ്മിനീങ്ങള് ഒക്കെ അവരെ ലഅനത്ത് ചെയ്യും. കാരണം എന്താ? പഠിച്ച കാര്യം അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാതെ പൂഴ്ത്തി വെക്കുക, മറച്ചു വെക്കുക, അത് തെറ്റാണ്, ഇത് ഹറാമാണ്. ഒരു ഇൽമ, അറിയുന്ന ഒരു ഇൽമ് അത് ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കാതിരിക്കല് ഹറാമാണെന്ന് നമ്മുടെ ഫുഖഹാക്കള് പറയുന്നത്. അറിയുന്ന ഇൽമ് അറിയാതെ എന്തെങ്കിലും ഏകദേശം വെച്ചിട്ടൊന്നും പറയാൻ നിൽക്കുകയും ചെയ്യരുത്. ഉറപ്പുള്ളതേ പറയാവൂ. ഉറപ്പുണ്ട് സംഗതി ഇന്നതാണെന്ന് അറിയിക്കുക. പറയാനുള്ള സന്ദർഭവുമാണത്, പറഞ്ഞു കൊടുക്കേണ്ട സന്ദർഭവുമാണ്. അവൻ മാത്രമേ അവിടെ പറഞ്ഞു കൊടുക്കാനുമുള്ളൂ. എങ്കിലത് പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെക്കരുത്. ആ മറച്ചു വെക്കൽ തെറ്റാണ്. അതിന്റെ അർത്ഥം അറിയുന്നതെല്ലാം പറഞ്ഞു കൊടുക്കണമെന്നല്ല. ഈ ഹദീസ് ഓതിയിട്ട് ഒരാള് പരീക്ഷ ഹാളിൽ, ഒരു കോളേജില് പരീക്ഷ നടക്കുകയാണ്. അപ്പൊ പരീക്ഷ ഹാളിൽ പോയ ഒരാളാണ്. അപ്പൊ കുട്ടികള് ചോദ്യപേപ്പർ എടുത്തിട്ട് ഉസ്താദിനോട് ചോദിച്ചു, പരീക്ഷ ഹാളിൽ നിന്ന് ഇതിന്റെ ഉത്തരം എന്താണ്? ഉസ്താദിനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പരീക്ഷ ഹാളിൽ നിന്ന് കുട്ടികൾക്ക്. നമ്മുടെ അവസ്ഥ ഇതാണ്. കിട്ടിയ ഹദീസും ആയത്തും ഒക്കെ എടുത്തിട്ട് നമ്മളെ വയനവെക്കാൻ തുടങ്ങും. അപ്പൊ പരീക്ഷാ ഹാളിൽ നിന്ന് ഒരു പരീക്ഷാർത്ഥി എണിച്ചിട്ട് ഉസ്താദിനോട് ചോദിക്കാണ് ഒരു ചോദ്യം. മറ്റേ അതിന്റെ ഉത്തരം എന്താണ്? അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റൂല. അത് സന്ദർഭം വേറെ ഒന്നാണ്. അറിയുന്ന ഇൽമ് അത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലാഹു തആലയുടെ ലഅനത്താകും എന്ന് ആയത്തിന് അല്ലെങ്കിൽ ഹദീസിന് മാത്രം അനുവദിച്ചിട്ട് പോകരുത്. ആ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുക കൂടി വേണം. പരീക്ഷാ ഹാളിൽ നിന്ന് ഉസ്താദിനോട് ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കാത്തതിനെ പറ്റിയല്ല ഈ ആക്ഷേപിക്കുന്നത്. മറിച്ചൊരു ദീനിന്റെ കാര്യം ഒരു ഇൽമ അറിയാം,
അത് പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് ജനങ്ങളെ വഴികേടിൽ നിന്ന് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അത് ഉലമാക്കളുടെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കാത്തതിനെ പറ്റിയാണ് ഖുർആനുൽ അദീമിലെ ആയത്ത് ആക്ഷേപിക്കുന്നത് അവരെയാണ്. അപ്പൊ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ പറയാണ്, ഖുർആനുൽ അദീമിലെ ഈ ആയത്ത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ സംഗതി പറഞ്ഞു തരുന്നത്. അല്ലാണ്ട് കിട്ടുന്നതെല്ലാം പറഞ്ഞിട്ട് ഹദീസ് പറഞ്ഞിട്ട് പെരിപ്പിക്കല് എന്റെ ലക്ഷ്യത്തിൽപ്പെട്ടതല്ല. അങ്ങനെ അത്രയും ഗൗരവത്തിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ശേഷമുള്ള ഈ സംഗതി അദ്ദേഹം പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്താണ്? അതിഗുരുതരമായ ഒരു സംഗതി അവതരിപ്പിക്കുമ്പോൾ അത് കേൾക്കുന്നവർക്ക് അതനുസരിച്ച് അമല് ചെയ്യാനും അത് പകർത്താനും സാധിക്കത്തക്ക രൂപത്തിലുള്ള തൗത്തിയത്തും മുഖദ്ദിമയും പറയണം. അങ്ങനെ ഒരു മുഖദ്ദിമ പറയാ, ഒരു തൗത്തിയത്ത് ഉണ്ടാക്കുക, എന്നിട്ട് സംഗതി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആ കേൾക്കുന്ന സംഗതിയുടെ ഗൗരവം മനസ്സിലാക്കിയിട്ട് അവര് അതനുസരിച്ച് അമല് ചെയ്യും. അതിനുവേണ്ടിയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഈ സംഗതിയൊക്കെ അല്ലാഹു തആലയെ കൊണ്ട് സത്യം ചെയ്ത് ഖുർആനിൽ അദീമിൽ ഇങ്ങനത്തെ ഒരു ആയത്തുള്ളത് കൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സീരിയസ് ആയ കൊലത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ സംഗതി അവതരിപ്പിക്കുകയാണ്. എന്താ സംഗതി? ഇന്നീ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ സംഗതി? ലാ യതവല്ലഹു റജുലുൻ മുസ്ലിമുൻ ഫയുഹ്സിനുൽ വുദൂഅ ഫയുസല്ലി സലാത്തൻ ഇല്ലാ ഗഫറല്ലാഹു ലഹു മാ ബൈനഹു വ ബൈനസ് സലാത്തിൽ ലത്തി തലീഹാ. കണ്ട, ഇതാണ് സംഗതി. എന്താ സംഗതി? ലഫ്ദിന്റെ മഅന നിങ്ങൾക്കറിയാം. ഒരു മുസ്ലിമായ ഒരു മുഅ്മിനായ മനുഷ്യന് വുദൂ ചെയ്തു, ഒരു മുസ്ലിമും മുഅ്മിനുമായ ഒരു മനുഷ്യന് വുദൂ ചെയ്തു, എന്നിട്ട് ഫയുഹ്സിനുൽ വുദൂഅ, വുദൂവിനെ നന്നാക്കി. വുദൂവിനെ നന്നാക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ഹദീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുദൂ എപ്രകാരമായിരുന്നു. ആ നിലക്ക് അതിന്റെ സുന്നത്തുകളെല്ലാം എടുത്ത് അതിന്റെ ശുറൂത്തുകളും ഫർളുകളും എല്ലാം എടുത്തുകൊണ്ട് നല്ല നിലക്ക് വുദൂ ചെയ്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ, എന്നിട്ട് ഫയുസല്ലി സലാത്തൻ, അവരൊരു നിസ്കാരം നിസ്കരിക്കുന്നു. എന്നിട്ട് അതിന് ശേഷം എന്തെങ്കിലും നിസ്കാരം നിസ്കരിച്ചു. ഈ സലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫർളായ നിസ്കാരമാണ് എന്ന് ശേഷം വരുന്ന റിവായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം ശേഷമുള്ള റിവായത്തിൽ സലാത്തും മക്തൂബത്ത് എന്ന് തന്നെയുണ്ട്. അപ്പൊ ഇവിടെയും നമ്മൾ അങ്ങനെ തന്നെ മൈന വെക്കണല്ലോ. അപ്പൊ മസലൻ ഒരാള് ളുഹ്റിന് വേണ്ടി വുദൂ ചെയ്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഇപ്പൊ വുദൂ ചെയ്തത് ഏതിനു വേണ്ടിയാ? അസ്ർ നിസ്കാരത്തിന് വേണ്ടിയാണ്. അപ്പൊ അസ്ർ നിസ്കാരം തന്നെ നമുക്ക് ഉദാഹരണം പറയാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അസ്ർ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ വേണ്ടി വന്ന മുഅദ്ദിന് അതിന്റെ സംഭവം പറഞ്ഞത്. അപ്പൊ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഇപ്പൊ ഈ വുദൂ കൊണ്ട് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന നിസ്കാരം ഏതാണ്? അസ്ർ നിസ്കാരം. അപ്പൊ എന്ത് ചെയ്ത്? ഫയുഹ്സിനുൽ വുദൂഅ ഫയുസല്ലി സലാത്തൻ, ഒരു നിസ്കാരം. നമുക്ക് അതിന്റെ ഫർദ് നിസ്കാരം ഇന്ന് നമ്മൾ മാനവെക്കാൻ കാരണം നമ്മുടെ മുന്നിലുള്ള സംഭവം അതായത് കൊണ്ടാണ്. ഇനി ഏത് നിസ്കാരമായാലും തിരക്കില്ല. വുദൂ ചെയ്തിട്ട് ശാരീരികങ്ങൾ അത് പറയുന്നുണ്ട്. ഒരാൾ വുദൂ ചെയ്തു, എന്നിട്ട് ആ വുദൂ കൊണ്ട് ഏതെങ്കിലും നിലക്കുള്ള ഒരു നിസ്കാരം നിസ്കരിച്ചു, എന്നാൽ എന്തുണ്ടാവും? ഇല്ലാ ഗഫറല്ലാഹു ലഹു മാ ബൈനഹു വ ബൈനസ് സലാത്തില്ലത്തി തലീഹാ. ഇല്ലാ ഗഫറല്ലാഹു ലഹു, അല്ലാഹു തആല അവനിക്ക് പുറത്തു കൊടുത്തിട്ടല്ലാതെ മാ ബൈനഹു വ ബൈനസ് സലാത്തില്ലത്തി തലീഹാ, അവന്റെയും ഇതിലൂടെ അടുത്ത് വരുന്ന നിസ്കാരം. ഇപ്പോൾ ഇവിടെ നമ്മൾ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചത് അസ്റല്ലേ, അപ്പൊ മഗ്രിബ്. അപ്പൊ മഗ്രിബ് വരെയുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല അവനിക്ക് പുറത്തു കൊടുക്കും. മാ ബൈനഹു വ ബൈനസ് സ്വലാത്തില്ലത്തി തലീഹ, ശാരീഹ്യങ്ങൾ അവിടെ മായന പറഞ്ഞിട്ടുണ്ട്, മക്കളെ ഓർമ്മിക്കണം. മാ ബൈനഹു വ ബൈനസ് സ്വലാത്തില്ലത്തി തലീഹ, അവിടെ മാ ബൈനഹുക്ക് ശാരീഹ്യങ്ങൾ പറയുന്നത് എന്താ?
ബുലൂഗായിട്ട് ഇതുവരെ അവൻ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം കണ്ട ബുലൂഗായിട്ട് അവൻ ഇതുവരെ എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ തെറ്റുകുറ്റം അതാണ് മാ ബൈനഹുവിന്റെ അർത്ഥം. ബൈനസ്സലാത്തിലെത്തിയ തലീഹ എന്ന് പറഞ്ഞ എന്താ? അസ്ർ മുതൽ മഗ്രിബ് വരെയുള്ളത് കണ്ടാ. അപ്പോ നല്ല നിലക്ക് ആദാബുകൾ പാലിച്ചുകൊണ്ട് wudu ചെയ്തിട്ട് ശേഷം ഒരു നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ ഇതുവരെ അവനിക്കുള്ളതും ആ നിസ്കാരം മുതൽ അടുത്ത നിസ്കാരം വരെ ഉള്ളതും എല്ലാം അല്ലാഹു തആല അവനിക്ക് പുറത്തു കൊടുക്കും. അതാണ് ഈ സന്തോഷ വാർത്ത. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നതായിട്ട് ഞാൻ കേട്ടതാണ്. ഇതിപ്പോ ഞാൻ നിങ്ങളോട് പറയാൻ കാരണം എന്താ? ഈ ഇൽമ മറച്ചു വെക്കൽ തെറ്റാണ്. പഠിച്ചത് അത് പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അല്ലാഹു തആല ശപിക്കും, ശപിക്കുന്നവരെല്ലാം ശപിക്കും എന്ന് പറഞ്ഞിട്ട് ഖുർആനുള്ളതിൽ ഒരു താക്കീതും വഈദുമുണ്ട്. ആ താക്കീതും വഈദും ഉള്ളത് കൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വരുന്നത്. നമ്മൾ ഓർമ്മിക്കുകയും മനസ്സിലാക്കുകയും വേണം. അപ്പൊ wudu ചെയ്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ ഇതുവരെ അവന്റെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള തെറ്റുകുറ്റങ്ങളൊന്നും ഒരു മനുഷ്യനിക്ക് മക്തൂബാവൂലല്ലോ. മക്തൂബാകുന്ന തെറ്റുകുറ്റം ഏതാ? പ്രായപൂർത്തി മുതൽ ഇങ്ങോട്ടുള്ളതാണ്, മുക്കല്ലഫായത് മുതൽ. അപ്പൊ അവൻ മുക്കല്ലഫായത് മുതൽ അടുത്ത നിസ്കാരം വരെ ഉള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല അവനിക്ക് പുറത്തു കൊടുക്കും. ഹദീസിന്റെ ശാരീഹ്യങ്ങളെ ഹദീസിനെ പറയുന്നത് അവിടെ വൻദോഷമായാലും തിരക്കല്ല, ചെറുദോഷമായാലും തിരക്കല്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക് മക്കളെ, വൻദോഷമായാലും അല്ലാഹു തആല പുറത്തു കൊടുക്കും, ചെറുദോഷമായാലും അല്ലാഹു തആല പുറത്തു കൊടുക്കും. കാരണം എന്താ? അത് വുളൂഹിന്റെ ആദാബിൽപ്പെട്ടതാണ്. വുളൂ എടുത്ത് കഴിഞ്ഞാലുള്ള ദുആ ഇല്ലേ, അതിൽ ഇസ്തിഗ്ഫാർ ഇല്ലേ? വുളൂ എടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ദുആ ഉണ്ട്. ആ ദുആയിൽ ഇസ്തിഗ്ഫാർ ഉണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞത് ഒരു മൂമിനായ മനുഷ്യനെന്നാണ്. മൂമിനായ മനുഷ്യനെ വുളൂ ചെയ്യാൻ വേണ്ടി വരുമ്പോ തീർച്ചയായും ആ നിലക്ക് ഒരു തൗബ ചെയ്തിട്ടാണ് അവൻ വരുന്നത്. അപ്പൊ തൗബ ചെയ്താൽ വൻദോഷവും പൊറുക്കൂലേ? അപ്പൊ ഇവിടെ ചെറുദോഷം എന്ന് മാത്രമായി വെക്കണ്ട. അപ്പൊ ചുരുക്കത്തിൽ ഇപ്പൊ ഈ ഹദീസിൽ നിന്ന് നമുക്ക് എന്താ പഠിക്കാൻ കഴിഞ്ഞത്? ശരിയായ നിലയ്ക്ക് വുളൂഇന്റെ ആദാബുകളൊക്കെ പാലിച്ച് അതാണ് ഫയുഹ്സിനുൽ വുളൂ എന്ന് പറഞ്ഞത്. വുളൂനെ നന്നാക്കണം. വുളൂനെ നന്നാക്കണം എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ എല്ലാ പേർക്കുള്ള സുന്നത്തുകളും ഫർളുകളും ഷർത്തുകളും എല്ലാം എടുത്തിട്ട് നല്ല നിലക്ക് അവന് വുളൂ ചെയ്ത്, അപ്പൊ ആ നിലക്ക് നല്ല നിലക്ക് വുളൂ ചെയ്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കും. ചിലര് പറയുന്നുണ്ട് ഈ നിസ്കാരം മുതൽ അടുത്ത നിസ്കാരം വരെയും കഴിഞ്ഞ നിസ്കാരം മുതൽ ഈ നിസ്കാരം വരെയും എന്നാണ് അതിന്റെ മയനായൻ. ഒരു ശാരീഹ്യങ്ങൾ ഇമാം നബവി തങ്ങൾ അടക്കം ബലപ്പെടുത്തിയത് എന്താണ്? ബുലൂഗായത് മുതൽ, അതാണ് മാ ബൈനഹു എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അവന്റെ മുന്നിൽ അവൻ ഇതുവരെ ചെയ്തു കൂട്ടിയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ ഇനി ഇത് മുതൽ അടുത്ത നിസ്കാരം വരെയുള്ളതും. മുഅ്മിനായ മനുഷ്യനാകുമ്പോ ഇപ്പൊ അസ്ർ നിസ്കരിച്ച് ഇനി മഗ്രിബ് പിന്നെയും നിസ്കരിക്കും. അപ്പൊ മഗ്രിബ് മുതൽ ഇശാ വരെയുള്ളത്, ഇശാ നിസ്കരിച്ചാൽ സുബഹി വരെയുള്ളത്, സുബഹി നിസ്കരിച്ചാൽ ളുഹ്ർ വരെയുള്ളത്, ളുഹ്ർ നിസ്കരിച്ചാൽ അസ്ർ വരെയുള്ളത്. അതങ്ങനെ ദൗറായിട്ട് പോകും. അവൻ മുഅ്മിനായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവനടുത്ത് ഒരു തെറ്റുകുറ്റങ്ങളും ഉണ്ടാവില്ല. അപ്പം പിന്നെ ആരെങ്കിലും ഒരാൾ ചോദിക്കും, ഒരു നിസ്കാരം കൊണ്ട് തന്നെ ഇതുവരെയുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുത്തില്ലേ? ഇപ്പൊ അസ്ർ നിസ്കാരം കൊണ്ട് എന്തായി? അസ്ർ വരെ അവന്റെ ജീവിതത്തിൽ ഈ ബുലൂഗായത് മുതൽ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുത്ത്, മഗ്രിബ് വരെ ഉള്ളതെല്ലാം പുറത്തു കൊടുത്തു. ഇനിയിപ്പോ മഗ്രിബിന്റെ പോയിട്ട് വുളൂ എടുത്താല് അതുമുതൽ അങ്ങോട്ടല്ലാതെ കഴിഞ്ഞു പോയതൊന്നും എനിക്കില്ലല്ലോ. അവിടെയും ശാരീഹ്യങ്ങളെയും മറുപടി പറയുന്നുണ്ട്. എന്താണ് ശാരീഹ്യങ്ങൾ അവന് പറയുന്നത്? അങ്ങനെ അന്നും അവനക്ക് പുറത്തു കൊടുക്കാനില്ലെങ്കിൽ ആ പുറത്തു കൊടുക്കുക എന്ന ഗുഫ്രാനിയത്ത്, മഗ്ഫിറത്ത് അല്ലാഹു തആലയുടെ റഹ്മത്തായ ഒരു സാധനമാണ്. അല്ലാഹു തആലയുടെ ഒരു റഹ്മത്താണ് മഗ്ഫിറത്ത് എന്നുള്ളത്. അപ്പൊ കഴിഞ്ഞു പോയ തെറ്റുകുറ്റങ്ങളൊന്നും അവനിക്ക് പുറത്തു കൊടുക്കാനില്ലെങ്കിലും അവന്റെ മഗ്ഫിറത്ത് എന്ന് പറഞ്ഞ റഹ്മത്ത് അവന്റെ ഏട്ടിൽ അല്ലാഹു തആല എഴുതി കൊടുക്കും. തെറ്റുകുറ്റങ്ങളൊന്നും പുറത്തു കൊടുക്കാനില്ല.
പുറത്തു കൊടുക്കാനുണ്ടെങ്കിൽ ആ പുറത്തു കൊടുക്കും. ഇനി പുറത്തു കൊടുക്കാനില്ലെങ്കിലോ മഗ്ഫിറത്ത് എന്ന് പറഞ്ഞത് അല്ലാഹു തആലയുടെ ഒരു റഹ്മത്താണ്. ആ റഹ്മത്ത് അവന്റെ ഏട്ടിൽ എഴുതും. അപ്പൊ അതും അവനിക്ക് കിട്ടും. നല്ലാണ്ടിയുടെ കുറഞ്ഞു പോകാനൊന്നുമില്ല. ഇടയിൽ മക്കളോട് ഞാനൊന്ന് പറയട്ടെ. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയില് ഷാ വലിയുല്ലാഹി ദഹ്ലവി മഹാനവറുകളെ പറയുന്നുണ്ട്, ഇതൊന്നും അങ്ങനെ ഒരു കാൽക്കുലേറ്റർ മുന്നിലെടുത്ത് വെച്ചിട്ട് നമ്മൾ അവിടെ കണക്ക് കൂട്ടാനും മറ്റൊന്നും പോകണ്ട. ഇതൊക്കെ അല്ലാഹു തആലയുടെ റഹ്മത്താണ്. അല്ലാഹു തആലയുടെ റഹ്മത്ത് വാസിയത്താണ്. അതിന് കയ്യും കണക്കും ഒന്നുമില്ല. അപ്പൊ അവനിക്ക് കൊടുക്കാൻ വേണ്ടി തോന്നിയതെല്ലാം ഇവനിക്ക് കൊടുക്കും. അല്ലാണ്ട് കാൽക്കുലേറ്റർ എടുത്തിട്ട് തെരഞ്ഞു നോക്കിയിട്ട് കഴിഞ്ഞു പോയതെല്ലാം പുറത്തു തരാൻ എല്ലാം പുറത്ത് തന്നതല്ലേ, പുറത്ത് തന്നത് പിന്നെ എന്തിനാ പുറത്ത് തരുന്നത്, അതൊന്നും ചോദിക്കാനും പറയാനൊന്നും പോണ്ട. അല്ലാഹു തആലയുടെ ഇല്ലാ ഗഫറല്ലാഹു ലഹു എന്നല്ലേ പറഞ്ഞത്. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്ത് കൊടുത്തിട്ട് അല്ലാതെ എന്ന് അവന്റെ ഇതുവരെയുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കൊടുക്കുക, അത് അല്ലാഹു തആലയുടെ റഹ്മത്താണ്. അപ്പൊ ആ മഗ്ഫിറത്ത് എന്ന് പറയുന്ന റഹ്മത്ത് എനിക്ക് പുറത്തു കൊടുക്കാനുള്ള തെറ്റുകുറ്റങ്ങളൊന്നും എനിക്കില്ലെങ്കിൽ, പുറത്തു കൊടുക്കാനുള്ള തെറ്റുകുറ്റങ്ങളൊന്നും അവന്റെ ഏടിൽ കാണുന്നില്ലെങ്കിൽ ആ മഗ്ഫിറത്ത് എന്ന് പറഞ്ഞ റഹ്മത്ത് അല്ലാഹു തആല അവനിക്ക് കൊടുക്കും. അപ്പൊ അവന്റെ ഏട്ടിൽ നാളെ മത്സരയിൽ പോയാൽ ഒരുപാട് കാണും. അവന്റെ ഏട്ടിൽ ചോദിക്കൂ, ഇതൊക്കെ എന്താണ്? എനിക്ക് കഴിഞ്ഞു പോയ തെറ്റുകുറ്റങ്ങളിൽ ഞാൻ പുറത്തു തരുമെന്ന് പറഞ്ഞില്ല. അപ്പൊ എനിക്ക് തെരഞ്ഞു നോക്കിയിട്ട് എനിക്ക് തെറ്റുകുറ്റങ്ങളൊന്നും കാണുന്നില്ല. അതിനുവേണ്ടി ഞാൻ എനിക്ക് ചെയ്ത റഹ്മത്തും മഗ്ഫിറത്തുമാണ് ഇത് എന്ന് അല്ലാഹു തആല പറയും. ഇപ്പൊ ചുരുക്കത്തിൽ ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്, നല്ല നിലക്ക് വുളൂ ചെയ്യുന്ന സമയത്ത് വുളൂവിന്റെ എല്ലാ നിലക്കുള്ള ആദാബുകളും പാലിച്ചിട്ട് നമ്മൾ വുളൂ ചെയ്യണം. ആ വുളൂ എന്ത് ആവശ്യത്തിനായാലും തിരക്കേടില്ല. ഇപ്പൊ ഖുർആനുൽ അദീം എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുളൂ ചെയ്തത്. അല്ലെങ്കിൽ ഹദീസ് ഷരീഫ്, ഇപ്പൊ മുസ്ലിം ഷരീഫാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്, മക്കൾക്കെല്ലാം വുളൂ ഉണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങള് മുസ്ലിം ഷരീഫ് ഓതാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വുളൂ എടുത്തത്. എന്നാലും 2 റക്അത്ത് നിസ്കരിക്കണം. മുസ്ലിം ഷരീഫ് ഓതാനുള്ള അതിന്റെ ആദാബിന് വേണ്ടിയാണ് നിങ്ങൾ വുളൂ എടുത്തത്. പക്ഷെ ആ വുളൂ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 2 റക്അത്ത് നിസ്കരിക്കണം. നിസ്കരിച്ചാൽ കിട്ടുന്നത് എന്താ? ഇതുവരെയുള്ള തെറ്റുകളെല്ലാം അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തന്നു. ഇനി എപ്പോഴാണ് നിങ്ങൾ നിസ്കരിക്കുന്നത്? ആ നിസ്കാരം വരെയുള്ളതും അല്ലാഹു തആല പുറത്തു തന്നു. അതാണ് ഈ ഹദീസിന്റെ ബിശാറത്ത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഹദീസ്. അതുകൊണ്ട് എപ്പോൾ വുളൂ ചെയ്യുന്നു അപ്പോഴൊക്കെ ചുരുങ്ങിയത് ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കണം. അതാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി വഹദ്ദസനാഹു അബൂ ഖുറൈബിൻ حدثنا أبو أسامة قال وحدثنا زهير بن حرب وأبو قريب قال حدثنا وكيع قال وحدثنا ابن أبي عمر حدثنا سفيان جميعا عن هشام بهذا الإسناد. وفي حديث أبي أسامة فيحسن وضوءه ثم يصلي المكتوبة. കണ്ട, അപ്പൊ കഴിഞ്ഞ ഹദീസില് ഫയുസല്ലി സലാത്തൻ എന്നാണ് പറഞ്ഞത്. ഇതിലെന്തുണ്ട്? സുമ്മ യുസല്ലിൽ മക്തൂബത്ത. അപ്പൊ ഇതുകൊണ്ട് അവരെ മഴവെക്കണം. ഇപ്പൊ ഫർള് നിസ്കാരം, അതിനാണ് സാധാഗതിയിൽ വുളൂ ചെയ്യൽ. അതുകൊണ്ടാണ് അവിടെ സുമ്മ യുസല്ലിൽ മക്തൂബത്ത എന്ന് പറഞ്ഞത്. എന്നല്ലാണ്ട് അതിനുശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച ഈ കൂലി കിട്ടൂല എന്നല്ല. ഫർദിന്റെ കൂലി പറയാണ്, സുന്നത്തിന്റെ കൂലി പറയാണ്. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ മക്കളോട് പറഞ്ഞത് ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ ഇബാറത്ത് മറന്നു പോകരുത്. നമ്മള് കാൽക്കുലേറ്റർ എടുത്തിട്ട് അയാള് ഫർദ് നിസ്കരിച്ച് ഞാൻ സുന്നത്ത് നിസ്കരിച്ച് എനിക്കെത്ര കിട്ടും അയാൾക്ക് എത്ര കിട്ടും, അതൊന്നും കാൽക്കുലേറ്റർ എടുത്തിട്ട് കണക്ക് കൂട്ടി വെക്കാനൊന്നും പോകണ്ട. അല്ലാഹു തആലയുടെ ഖജനാബാണ്. അത് വാസിഅത്താണ്, അവന്റെ റഹ്മത്ത്. അത് എത്രയും തരും. എന്ത് പറഞ്ഞാലും സുന്നത്ത് നിസ്കരിച്ചാലും അവർക്ക് ആ കൂലി കിട്ടും, ഫർദ് നിസ്കരിച്ചാലും കിട്ടും. പക്ഷെ ഫർദ് നിസ്കരിച്ചാൽ കിട്ടുന്നതല്ല സുന്നത്ത് നിസ്കാരം. സാധാരണ വുളൂ ചെയ്യൽ ഫർദ് നിസ്കാരമായത് കൊണ്ടാണ് ഹദീസിൽ ഫയുസല്ലിൽ മക്തൂബത്ത എന്ന് പറഞ്ഞത്. പിന്നെ ഹദീസ് സനദ് ഞാൻ തീരെ ബയാൻ ചെയ്യുന്നില്ല മക്കളെ. കാരണം നിങ്ങൾ ഇവിടം വരെ എത്തിയപ്പോൾ സനദ് ബയാൻ ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇനി സനദ് ബയാൻ ചെയ്യണം എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്കത് ബയാൻ ചെയ്തു തരും. സനദ് ഒന്നും പറയാണ്ട് ഞാൻ വായിച്ചു വിടുക മാത്രം ചെയ്യുന്നതിന്റെ കാരണം അതാണ്. കാരണം ഇവിടെ എത്തിയല്ലോ നമ്മള്.
അപ്പൊ നിങ്ങൾ എന്തായിട്ടുണ്ടാവും, അത് പഠിച്ചിട്ടുണ്ടാവും. ഇനി അത് വല്ല പ്രശ്നവും നിങ്ങൾക്ക് അതിലുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് വന്നിട്ട് പ്രൊഫൈലിൽ കൊണ്ട് പറഞ്ഞാല്, ഫോണിൽ കൂടി നിങ്ങൾ പറഞ്ഞാല് അത് ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് ഞാൻ പരിഹാരം ഉണ്ടാക്കി തരും. കൃത്യമായിട്ട് ഞാൻ ബയാൻ ചെയ്ത് തരികയും ചെയ്യും. സമയത്തിന്റെ കുറവ് എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാല. ഇനി അടുത്ത ഹദീസ് നോക്ക്. വബിഹി ഖാല ഹദ്ദസന സുഹൈർ ബിൻ ഹർബിൻ ഹദ്ദസന യഅഖൂബ് ബിൻ ഇബ്രാഹിം ഹദ്ദസന അബിയൻ സാലിഹിൻ ഖാല ഇബ്നു ശിഹാബൻ വലാകിൻ ഉർവത്തു യുഹദ്ദിസു അൻ ഹുംറാന അന്നഹു ഖാല ഫലമ്മാ തവല്ല ഉസ്മാനു ഖാല. കണ്ട, അപ്പൊ ആദ്യത്തെ ഹദീസില് എന്താ ഉള്ളത്? ഫദആ ബിവളൂഇൻ ഫതവല്ലഅ എന്നുണ്ട്. വുളൂ ചെയ്ത് അസ്ർ നിസ്കാരത്തിന് വേണ്ടി വുളൂ ചെയ്ത്. ഇവിടെ എന്താ പറയുന്നത്? ആ വുളൂ ഫലമ്മാ തവല്ലഅ ഉസ്മാനു, വുളൂ ചെയ്തപ്പോൾ, ഇപ്പൊ വുളൂ ചെയ്തപ്പോൾ തന്നെ ഈ ഹദീസ് പറഞ്ഞേ. വുളൂ ആണ് തുമ്മയാണ് നേരത്തെ റിവായത്തിൽ. ഇപ്പോഴുള്ളത് എന്താ? ഫലമ്മാ തവല്ലഅ ഉസ്മാനു. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങള് ആ അസ്ർ നിസ്കാരത്തിന് വേണ്ടി വുളൂ ചെയ്തിട്ട് അന്നേരം തന്നെയാണ് ഇത് പറഞ്ഞത്. അല്ലാണ്ട് അസ്ർ നിസ്കാരത്തിന് വേണ്ടി ഒരു ദിവസം വുളൂ ചെയ്ത് മറ്റൊരു ദിവസം ഇങ്ങനെ പറഞ്ഞു എന്നല്ല. അതാണ് ഈ റിവായത്തിൽ പറഞ്ഞത്. ഖാല വല്ലാഹി ലാ ഉഹദ്ദിസുകും ഹദീസൻ വല്ലാഹി ലഹു ലാ ആയത്തുൻ ഫീ കിതാബില്ലാഹി മാ ഹദ്ദസ്തുകുമുഹു ഇന്നി സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലാ യതവല്ലഉ റജുലുൻ ഫയുഹ്സിനു വുദൂഅഹു സുമ്മ യുസല്ലി സ്വലാത്ത ഇല്ലാ ഗുഫിറ ലഹു മാ ബൈനഹു വബൈന സ്വലാത്തി അല്ലത്തി തലീഹാ. ഇവിടെ ഇതിൽ പറഞ്ഞത് എന്താ? സുമ്മ യുസല്ലി സ്വലാത്ത എന്ന് മാത്രമാണ്. നേരത്തെ റിവായത്തുള്ളത് സുമ്മ യുസല്ലിൽ മക്തൂബത്താണ്. മറ്റേ റിവായത്തിലുള്ളത് ഫയുസല്ലി സ്വലാത്തൻ. ഇതൊക്കെ സംഗതി ഒന്നാണ്. ഏത് നിലക്കുള്ള നിസ്കാരമായാലും മതി. അതിനു വേണ്ടിയാണ് അത് പറഞ്ഞത്. ഖാല ഉർവത്തു അൽ ആയത്തു ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്തി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. അതാണ് ആ ആയത്ത്. ഇലാ ഖൗലിഹി അല്ലാഹു സൂറത്തുൽ ബഖറയിലെ 159ാമത്തെ ആയത്ത്. ഈ ആയത്ത് ഖുർആനുൽ അസീമിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ സംഗതി നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അല്ലെങ്കിൽ ഈ ഹദീസ് ഞാൻ പറഞ്ഞു തന്നിട്ട് കുറെ ഹദീസ് പറഞ്ഞിട്ട് പോകൽ എനിക്ക് ലക്ഷ്യമില്ല. അതാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഇതിൽ കൂടി പറഞ്ഞത്. നന്നായി വിഷയം മനസ്സിലാക്കിയിട്ട് പ്രതിജ്ഞ എടുക്കണം. എപ്പോൾ വുളൂർക്കുകയാണെങ്കിലും അത് നല്ല നിലക്ക് ഞാൻ വുളൂർക്കും. വുളൂ ചെയ്ത ഉടനെ 2 റക്അത്ത് നിസ്കരിക്കും. ജീവിതത്തിൽ ചെയ്തു പോയ വലുതും ചെറുതുമായ എല്ലാ തെറ്റുകളും അല്ലാഹു തആല പുറത്തു കൊടുക്കും. റഹ്മുർ റഹീമീനായ റബ്ബേ, ആ കൂട്ടത്തിൽ ഇന്ന് ഞങ്ങളെ പെടുത്തിത്താ. അൽഹംദുലില്ലാഹ്.